വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിലേക്കാണ്. കാട്ടാന ശല്യം മൂലം പ്രദേശത്ത് വ്യാപക കൃഷിനാശമാണ് ഇന്നുണ്ടായത്. പെരുന്തട്ട ഗവൺമെന്റ് സ്കൂളിന്റെ ഗേറ്റ് കാട്ടാനക്കൂട്ടം തകർത്തു. വനം വകുപ്പ് ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വൈത്തിരിയിൽ, മേപ്പാടിയിൽ, ചുണ്ടയിൽ ആനകളുടെ കാടിറക്കം തുടർച്ചയാകുന്നു. ഇതിനിടയിലാണ് പെരുന്തട്ടയിൽ ഒരിടവേളയ്ക്ക് ശേഷം കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പെരുന്തട്ട എസ്റ്റേറ്റിൽ കാട്ടാന ഇറങ്ങുന്നത്. സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് അകത്തു കയറി വാഴയടക്കമുള്ള കൃഷി നശിപ്പിച്ചു. തുടർന്ന് താഴേക്കിറങ്ങി സുലൈഖയുടെ വീട്ടിലെ തെങ്ങും തൊട്ടടുത്ത യൂസഫിന്റെ വീട്ടിലെ പ്ലാവും കുത്തിമറിച്ചിട്ടു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടാനയുടെ വിളയാട്ടം. ആറാട്ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നത് തന്നെ 5 മണിക്കാണ്. അവർ വരുന്നതിന് മുമ്പ് തന്നെ ആന ഈ കാട്ടിലേക്ക് കയറിപ്പോയി. പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ടോർച്ചടിച്ചിട്ടോ മറ്റുള്ള ലൈറ്റുകളോ കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത അത്രയും ഇതിലാണ് ഈ കാട് പന്തച്ചിട്ടുള്ളത്. ഇത് വെട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതിനെതിരെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെതിരെയോ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടോ ഒന്നും ഇതിന് യാതൊരു തീരുമാനവും ആയിട്ടില്ല. മുന്നിലൊരു ആന കണ്ടു. അതെ അതെ, ഒരു സെഡിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ വലിയ ഇടങ്ങാറുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് പെരുന്തട്ടയിലെ തോട്ടവും. കൽപ്പറ്റ നഗരസഭയിലെ 21-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലമാണിത്. പാടികളിലും വീടുകളിലുമായി നിരവധി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട്. കാട്ടാന ഇറങ്ങിയതോടെ ആശങ്ക ഏറുകയാണ്. ഇവിടെ ജീവിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കടുവായിട്ടും ആനയായിട്ടും പുലിയായിട്ടും പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ തൊട്ടൊരു 200 മീറ്റർ മേലെയാണ് ഞങ്ങളുടെ വീട്. ഈ ആന വന്നതിൻ്റെ തൊട്ടടുത്തുള്ളത്. ഭയങ്കര പ്രയാസമായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിരുന്നു. പുലിയും കടുവയും ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ് ഇവിടെയുള്ളവർ. തോട്ടം കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല. പല ഭാഗവും വനത്തിന് സമാനമാണ്. ജില്ലാ ഭരണകൂടവും വനംവകുപ്പും ഇടപെട്ട് കാട് വെട്ടി നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. ഭീതിയുടെ മുൾമുനയിലൂടെ ഒരു നാട് കടന്നുപോകുന്നു. തഴച്ചു നിൽക്കുന്ന കാടെങ്കിലും വെട്ടിമാറ്റാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് പെരുന്തട്ടക്കാർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.